നമുക്കറിയാം ഓട്ടം. Whenever you see that auto, you say that is his auto. ഒരു ദിവസം രാത്രി ഇങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരുമ്പോൾ One night he was coming from a place, ഒരു കള്ളുഷാപ്പിന്റെ വാതിക്കൽ കിടക്കുന്നു. and he was starting. The auto was parked outside a ജീസസ് ഈസ് കമ്മിങ് സൂൺ. and Jesus is coming soon. He was parked outside a liquor shop. കണ്ടപ്പോഴേ മനസ്സിലായി ഉണ്ണുണ്ണിയുടെ വണ്ടി ഇവിടെ കിടപ്പുണ്ടെന്ന്. Then I realized he is in this place, liquor shop. എന്റെ 3 വർഷത്തെ സകല ആത്മാവും പോയി. All my impression about him went away. പക്ഷേ നേരെ വീട്ടിൽ ചെന്ന് കയറി. Then he went to home. എന്റെ വീട്ടിൽ എന്റെ പുള്ളിയുടെ വീട്ടിൽ I went to his house. ചെന്നപ്പോൾ പുള്ളി പനി പിടിച്ച് കട്ടിലെ കിടക്കുക. He was sick and lying on the bed. അന്ന് വയ്യാത്തോണ്ട് വേറൊരുത്തിന് ഓട്ടോ കൂടെ ഓടിക്കാൻ പറ്റതാണ്. Because he was sick, that's why he sent another person as a driver. അവനകത്ത് പോയി ദാഹം തീർക്കുന്നത്. The other driver was going to the liquor shop. വണ്ടി കുഴപ്പമില്ല, ഡ്രൈവർക്ക് കുഴപ്പമാണ്. The vehicle doesn't have any problem, the driver has a problem. രാവിലെ പലപ്പോഴും നമ്മുടെ ശരീരത്തെ നിയന്ത്രിക്കുന്ന ഈ നാവാണ് ഒരു തീതന്നെന്ന് പലരും പറയുന്നു. Many times our body is controlled by this tongue. യാക്കോബ് 3:6 വാക്യം വായിച്ചാല് James chapter 3 verse number 6. വ്യാഖ്യാനിച്ച് പ്രസംഗിക്കണേ 1.5 മണിക്കൂർ വേണം. And it says that the tongue is നാവ് നമ്മുടെ അംഗങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ചെറിയ വകയാണെങ്കിലും അതിരോഗമായ ദേഹത്തെ മുഴുവൻ മലിനമാക്കി ജീവചക്രത്തിന് തീ കൊളുത്തി അങ്ങനെ നരകത്തിൽ കൊണ്ടെത്തിക്കുന്നു. and our tongue can defile our whole body. എന്ന് പറഞ്ഞാൽ ഈ അംഗത്തിൽ തുടങ്ങിയ തീ ജീവജാലം മുഴുവൻ കത്തിക്കൊണ്ടിരിക്കും. It can set our body on fire. എന്നിട്ട് ഇച്ചിലൂടെ ചൂട് കൂടി തീക്കകത്ത് കൊണ്ട് നമ്മളെ കൊണ്ടിടുകയും ചെയ്യും. It will put us into the fire of the അതുകൊണ്ട് world. നാം ഒരു തീയാണെന്ന് ഓർത്ത് സമാധാനിക്കണം. Therefore you should remember your tongue is a fire. എന്നിട്ട് അതിനെ കൺട്രോൾ ചെയ്യണം. And you should control the tongue. പണ്ടൊരാൾ പറഞ്ഞു ഇവിടുത്തെ സഹോദരിമാർക്കൊന്നും കുഴപ്പമൊന്നുമില്ല. One time one person said, ഇവിടുത്തെ സഹോദരിമാർ കുഴപ്പമൊന്നുമില്ലെന്ന്. the sisters here don't have a problem. നാട്ടിലൊക്കെ സഹോദരിമാർ കയറി വരുമ്പോൾ പറയും The sisters in India when they come in, നല്ല പച്ച മലയാളം ട്രാൻസ്ലേറ്റ് ചെയ്യണം കേട്ടോ. ഒരു തീ വരുന്നവർ ഒരു തീ വരുന്ന പറഞ്ഞു പറഞ്ഞാൽ ഒരു തീ വരുന്നു പറയും എന്ന് പറഞ്ഞാണെങ്കിൽ നാം ഒരു തീയാണ്. tongue is a fire. ഇന്ന് രാവിലെ നാം ഒരു തീരുമാനം എടുക്കണം. This morning you should make a resolution. എന്താണ് നമ്മുടെ തീരുമാനം? What should be your resolution? ഇത്രയൊക്കെ പറഞ്ഞെങ്കിലും വായുടെ സമയദാനന്റെ If the heaven has to accept your mouth. 39 സംഖ്യത്തിൽ 1 വാക്യം. Psalms 39 verse number 1. നാവ് കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ So that I do not sin against ഞാൻ എന്റെ വഴികളെ സൂക്ഷിക്കും. I will preserve my ഈ ways. കാലും നാക്കും തമ്മിൽ ബന്ധമുണ്ട്. There is a connection between tongue and your feet. നീ നടക്കുന്ന വഴിയും നിന്റെ നാക്കും തമ്മിൽ ബന്ധമുണ്ട്. There is a connection between your tongue and നിന്റെ your feet. കൂട്ടുകാരും നിന്റെ നാക്കും തമ്മിൽ ബന്ധമുണ്ട്. There is a connection between your tongue and your friends. സങ്കീർത്തനക്കാരൻ പറഞ്ഞു തൊട്ടന്റെ ആലോചന പ്രകാരം നടക്കരുത്. That's why Psalmist says that do not go പാപികളുടെ വഴിയിൽ നിൽക്കരുത്. do not stand in their way. പരിഹാസിയുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുത്. Do not sit in the seat of the scornful. നടപ്പും ഇടപാടും കൂട്ടുകാരും ഒക്കെ ശരിയാണെങ്കിൽ നാക്കിന്റെ വാക്കുകളും ശരിയായിരിക്കും. Your friendship will be good if your tongue is good. ഈ ബന്ധപ്പെടുന്ന മണ്ഡലങ്ങളെ ഇന്ന് രാവിലെ സൂക്ഷിക്കണം. You preserve the places that you are. നാം കൊണ്ട് പാപം ചെയ്യാതിരിക്കുന്ന എന്റെ വഴികളെ സൂക്ഷിക്കും. I am going to preserve my ways so that I don't commit sin. എന്റെ മുമ്പിൽ ഇരിപ്പുണ്ട്. My enemy is right ഞാൻ in front. പറയുന്ന ഒരു വാക്ക് പിടിച്ചെടുത്തിട്ട് He will catch every word I say. നാളെ എനിക്ക് കുറ്റം വിധിക്കുവാൻ, He is going to come നാളെ against എന്റെ ആത്മീയത്തെ ചോർത്തിക്കളയുവാൻ, He is going to leak my spiritual നാളെ life. എന്നെ പരസ്യബോധമാക്കുവാൻ He is going to ridicule me. അവസരം പാർക്കുന്ന പിശാചുള്ളത് കൊണ്ട് Because the enemy is in ഞാൻ front of me. വായെ കടിഞ്ഞാണിട്ട് കാക്കും. I am going to bridle my mouth. ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു, David prayed, യഹോവേ എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി. oh Lord, put a watchman for my tongue. കർത്താവേ എന്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എന്റെ അധരധാരത്തെ കാത്തുകൊള്ളണമേ. Oh, preserve my mouth, O Lord. ഹല്ലേലൂയ. രാവിലെ സങ്കീർത്തനക്കാരോട് ചേർന്ന് നമുക്ക് പറയാം, This morning along with Psalmist, let's ഞാൻ say, യഹോവയെ എല്ലാ കാലത്തും I വാഴും. will bless the Lord at all times. അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിൻ മേൽ His ഉണ്ടായിരിക്കും. praise shall continually be in my mouth. എന്റെ വാക്ക് അവസാനിപ്പിക്കുമ്പോൾ I'm going to wind up now. എല്ലാവരും പ്രാർത്ഥനയോടെ ഇരുന്നാട്ടെ. Let us start praying. ഞാൻ രാവിലെ ഇനി പാട്ട് പാടാൻ പോകുന്നില്ല. We are not going to ഇനി sing. ഒരു 4 വാക്യം നാം ഇന്ന് രാവിലെ കൺഫ്യൂസ് ചെയ്യാൻ We പോവുകയാണ്. are going to confess 4 different നമ്മുടെ words. നാം എന്ത് പറയണം? What should our tongue say? സദൃശവാക്യം ഇങ്ങനെ വിളിച്ചു പറയുന്നു. The proverb says, അതിന്റെ 20 21 വാക്യം. 20 and 21. സദൃശം 18 20 21. Proverbs 18, 20 and 21. Death and life at the power of your tongue. മരണവും ജീവനും നിന്റെ നാവിന്റെ അധികാരത്തിലിരിക്കുന്നു. Death and life are at the power of your tongue. മരണവും നിന്റെ വായുടെ ഫലത്താൽ നിന്റെ ഉദരം നിറയും. And that the fruit will be because of നിന്റെ you. അതരങ്ങളുടെ വിളവ് കൊണ്ട് നിനക്ക് തൃപ്തി ഉണ്ടാകും. And you will be satisfied because of the Death and fruit life of is your at the power of your tongue. നാവിന്റെ അധികാരത്തിൽ മരണവും ജീവനും ഇരിക്കുന്നു. Death and life are at the power of the tongue. മരണമെന്ന് നീ പറഞ്ഞാൽ നിനക്ക് മരണം. If you say it's death, it will be death. അനുഗ്രഹമെന്ന് നീ പറഞ്ഞാൽ നിനക്ക് അനുഗ്രഹം. If you say it's blessing, it will be blessing. ഭാഷ പറയുന്ന ആത്മാവിൽ ആരാധിക്കുന്ന അതരങ്ങളെ മറ്റൊരു വിഷയത്തിന് ഉപയോഗിക്കാതിരിക്കാൻ ഇന്ന് രാവിലെ നമുക്ക് തീരുമാനിക്കാം. That tongue that you use for spiritual worship, do not use that for anything else. സഹോദരനെ സഹോദരിയെ അനുഗ്രഹിച്ച് അതേ നാവ് കൊണ്ട് അവർക്ക് വിരോധമായി സംസാരിക്കാതിരിക്കാൻ ഇന്ന് രാവിലെ തീരുമാനമെടുക്കാം. That tongue that you use to bless your brothers and sisters, do not use that against them. വചനം ഇങ്ങനെ പറയുന്നു, The word of God I says, have given you a special tongue. I have given you a special tongue. ഞാനൊരു പ്രത്യേക നാമം നിങ്ങൾക്ക് I തന്നിരിക്കുന്നു. have given you a special tongue. യെശയ്യാവ് 50:4 ഇങ്ങനെ വായിക്കുന്നത്, Isaiah 54 says, തളർന്നിരിക്കുന്നവരെ വാക്കുകൊണ്ട് താങ്ങേണ്ടതിന് you should comfort